സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വാർഷിക മാസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ് അധികൃതർ. അക്ഷയ കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്കും സാങ്കേതിക തടസ്സങ്ങളും കാരണം നിരവധി പേർക്ക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതോടെയാണ് സമയപരിധി നീട്ടി നൽകാൻ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചത്. നിലവിൽ സംസ്ഥാനത്ത് 21.68 ലക്ഷം ആളുകൾ ഇതിനോടകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. മസ്റ്ററിംഗ് നടത്താൻ ഇനിയും സാധിക്കാത്തവർക്കായി 2026 സെപ്റ്റംബർ 30 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളും ഇത്തവണ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം. 2026 ജൂലൈ 17 മുതലാണ് സംസ്ഥാനത്തുടനീളം മസ്റ്ററിംഗ് ആരംഭിച്ചത്. സെപ്റ്റംബർ 30 വരെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യാൻ നിലവിൽ സൗകര്യമുണ്ടായിരിക്കും. പെൻഷൻ ലഭിക്കുന്നവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. മസ്റ്ററിംഗ് പ്രക്രിയ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വൻ ക്രമീകരണങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനം വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർ 30 രൂപ സർവീസ് ചാർജായി നൽകേണ്ടതാണ്. കിടപ്പ് രോഗികൾ, വയോധികർ, തീവ്രമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ എന്നിവർക്കായി അക്ഷയ പ്രതിനിധികൾ നേരിട്ട് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തും. ഇത്തരം സേവനങ്ങൾക്ക് 50 രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകേണ്ട സർവീസ് ചാർജ്. അക്ഷയ കേന്ദ്രങ്ങളിൽ വിരലടയാളം പതിയാത്തവർക്ക് ഐറിസ് സ്കാനറുകൾ ഉപയോഗിച്ചും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. നിലവിൽ 66.22 ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത്. ഇതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് 51.87 ലക്ഷം പേരും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നത് 14.35 ലക്ഷം പേരുമാണ്. ഇത്രയധികം പേർക്ക് UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപ വീതം പെൻഷൻ നൽകണമെങ്കിൽ മാസം തോറും 1986 കോടി രൂപ വേണ്ടിവരും. നിലവിൽ 2000 രൂപയാണ് പെൻഷനായി നൽകുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം കർശന പരിശോധനയിലൂടെ അനർഹരെ ഒഴിവാക്കാനാണ് സർക്കാർ നീക്കം. അനർഹരെ ഒഴിവാക്കി വർദ്ധിപ്പിച്ച പെൻഷന്റെ സാമ്പത്തിക ബാധ്യത കുറച്ചുകൊണ്ടുവരികയാണ് സർക്കാർ ലക്ഷ്യം. എല്ലാ വർഷവും മസ്റ്ററിംഗ് കഴിയുന്നതോടെ മരിച്ചുപോയവർ ഒഴിവാക്കപ്പെടാറുണ്ട്. എന്നാൽ പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്നവർ അതിൽ കൂടുതലാണെന്ന് കണക്കുകൾ പറയുന്നു. വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്ത് ജോലിയുള്ളവരുടെ വിവരം മറച്ചുവെച്ചും ഒട്ടേറെ പേർ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കുടുംബ വാർഷിക വരുമാനം ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 cc വാഹനമുള്ളവർ, മറ്റു പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവർ ക്ഷേമ പെൻഷൻ അർഹരല്ല. അതിനിടെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ വിതരണത്തിനായി 1095 കോടി രൂപയാണ് അനുവദിച്ചത്. ഓഗസ്റ്റ് 3-നകം വിതരണം പൂർത്തിയാക്കണമെന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.